بسم الله الرحمن الرحيم الحمد لله رب العالمين غافر الذنب وقابل التوب شديد اللقاب ذي الطول لا إله إلا هو إليه المصير وأشهد أن سيدنا وإمامنا وأسوتنا وقائدنا محمد بن عبد الله ورسوله البشير النذير والسراج المنير الذي أدى الأمانة وبلغ الرسالة ونصح للأمة وعبد ربه حتى يأتيه اليقين وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك ومن ضل ولا يضر إلا نفسه ولن يضر الله شيئا اللهم صل على سيدنا محمد وعلى آله وأصحابه سيدنا مولانا محمد وبارك وسلم عليه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا صدق الله العلي العظيم. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. തഖ്വ നിർഭരമായ ജീവിതം നയിക്കുവാൻ, മുത്തക്കികളായി തന്നെ അള്ളാഹുലേക്ക് യാത്ര പോവാൻ, മുത്തക്കികളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ലോകത്തെ ജീവിതം നശ്വരമാണ്. അനശ്വരമായ ജീവിതം പരലോകത്താണ്. ഈ ലോക ജീവിതം പരീക്ഷണാലയമാണ്. ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിരന്തരം അള്ളാഹു അവൻ്റെ അടിമയെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു അതിൻ്റെ ആരംഭം മുതൽ ഇന്നേ വരെ തുടർന്നു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ് പരീക്ഷണം എന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സഹാബി എഴുന്നേറ്റ് വന്നു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് തന്നെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മഴ പെയ്തു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മഴ. ആ മഴ നിർത്തിക്കിട്ടാൻ വേണ്ടി അടുത്ത ആഴ്ച നബി ഖുതുബ നടത്തുമ്പോൾ അതേ സഹാബി എഴുന്നേറ്റ് എന്ന് ആവശ്യപ്പെടുകയും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പ്രാർത്ഥിക്കുകയും ജുമാ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ സൂര്യൻ്റെ വെളിച്ചം കണ്ടു എന്നും ചൂടനുഭവിച്ചു എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു നടപടിക്രമമാണ് സത്യനിഷേധികൾ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളുടെയും കുറ്റങ്ങളുടെയും മുഴുവൻ ശിക്ഷ നാളെ പരലോകത്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരുക്കൂട്ടി വച്ചിരിക്കുന്നു എന്നതാണ്. സത്യനിഷേധികൾ, കാഫിറുകൾ ഈ ലോകത്ത് വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ നിയമലംഘനങ്ങളും ദൈവധിക്കാരവും അള്ളാഹു എഴുതി രേഖപ്പെടുത്തി റെഡിയാക്കി വെച്ച് മുഴുവൻ ശിക്ഷയും പരലോകത്തേക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുക. എന്നാൽ സത്യവിശ്വാസികളുടെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിലുണ്ട്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. നാളെ പരലോകത്ത് ഈ ലോകത്ത് വെച്ച് മനുഷ്യൻ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കും തിന്മകൾക്കും ലഭിക്കാനിരിക്കുന്ന ശിക്ഷ അത് വിശ്വാസികൾ അനുഭവിക്കുന്നതിന് ഇടവരാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കും പാപങ്ങൾക്കും നിയമലംഘനങ്ങൾക്കും ഈ ലോകത്ത് വെച്ച് തന്നെ അള്ളാഹു ഷോക്ക് ട്രീറ്റ്മെൻറ്റുകൾ നൽകി അവരെ പിന്തിരിപ്പിക്കും. അങ്ങനെ പരലോകത്ത് വരാനിരിക്കുന്ന വലിയ ശിക്ഷയിൽ നിന്ന് വിശ്വാസികളെ രക്ഷിക്കും. ഇത് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ്, ഞാൻ 10 വയസ്സുകാരനായിരിക്കെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് സംസാരിച്ചു. യാ മാശറൽ മുഹാജിരീൻ ഖിസാലു ഖംസുൻ ഇദബ്തുലീതും ബിഹിന്ന വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന. 5 കാര്യങ്ങളാൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടും. മുഹാജിറുകളെ, നിങ്ങൾ 5 കാര്യങ്ങളാൽ പരീക്ഷിക്കപ്പെടും. അത്തരമൊരു പരീക്ഷണം നിങ്ങൾക്ക് വരാതിരിക്കട്ടെ.
പക്ഷേ പരീക്ഷണം സംഭവിച്ചേക്കാം. ഒന്നാമത്തെ കാര്യം, ലം തൽഹറുൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തും ഹത്താ യുഅ്ലിനൂ ബിഹാ. തെറ്റുകുറ്റങ്ങൾ സമൂഹത്തിൽ ആളുകൾ ചെയ്യുന്നു എന്നതല്ല പ്രശ്നം. തെറ്റുകുറ്റങ്ങൾ പരസ്യമായി ചെയ്യുകയും തെറ്റുകുറ്റങ്ങൾക്ക് പരസ്യമായ ന്യായീകരണങ്ങൾ ഉന്നയിക്കുകയും തെറ്റുകളും കുറ്റങ്ങളും വൃത്തികേടുകളും പരസ്യമാക്കപ്പെടുകയും വൃത്തികേടുകൾ സമൂഹത്തിലെ ലൈവ് സബ്ജക്റ്റായി സംപ്രേഷണം ചെയ്യപ്പെടുകയും ആസ്വദിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇല്ലാ ഫഷാഫിഹിം താഊൻ വൽ ഔജാഉ അല്ലതി ലം തകുൻ മദത ഫി അസ്ലാഫിഹിം അല്ലദീന മളൗ. അവർ മുമ്പൊന്നും കേട്ട് ശീലിച്ചിട്ടില്ലാത്ത, ഒരു സമൂഹവും അനുഭവിച്ചിട്ടില്ലാത്ത പ്ലേഗ് ഉൾപ്പെടെയുള്ള ഭീകരമാരക രോഗങ്ങളാൽ ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. രണ്ടാമത്തെ കാര്യം, വലം യൻഖുസു അൽ മിക്യാല വൽ മീസാന ഇല്ലാ ഉഖിദു ബിസ്സിനീന വശിദ്ദത്തിൽ മുഅന. സാമ്പത്തിക രംഗത്ത് നിയമലംഘനങ്ങൾ നടത്തിയാൽ, കരിഞ്ചന്ത നടത്തിയാൽ, ഹറാമ് തിന്നാൻ തുടങ്ങിയാൽ, കള്ളക്കടത്ത് നടത്തിയാൽ അത്തരം സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും. ക്ഷാമം കൊണ്ടും താങ്ങാനാവാത്ത ജീവിത ചെലവ് കൊണ്ടും, മുതുഒടിക്കുന്ന ജീവിത ചെലവ് കൊണ്ടും, അങ്ങേയറ്റത്തെ ക്ഷാമം കൊണ്ടും സാമ്പത്തിക അച്ചടക്കങ്ങൾ പാലിക്കാത്ത സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും. ക്ഷാമവും പട്ടിണിയും വിഭവക്കമ്മിയും ഉയർന്ന ജീവിത ചെലവും ജീവിത ദുരിതങ്ങളാൽ സാമ്പത്തിക രംഗത്ത് ഹലാൽ ഹറാമുകൾ പരിഗണിക്കാതിരിക്കുകയും അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുകയും ചെയ്താൽ അത്തരം സമൂഹത്തെ അല്ലാഹു ശിക്ഷിക്കും. മൂന്നാമത്തെ കാര്യം, വലം യംനഉ സകാത്ത് അംവാലിഹിം ഇല്ലാ മുനിഉ അൽ ഖതറ മിനസ് സമാ. സക്കാത്ത് നൽകുന്നതിൽ വീഴ്ച വരുത്തിയ സമൂഹത്തെ മഴ തടഞ്ഞുകൊണ്ട് അല്ലാഹു ക്ഷാമം കൊണ്ട് പരീക്ഷിക്കും. സക്കാത്ത് നൽകാത്ത സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. വലൗലൽ ബഹായിമു ലം യംതുറു. സക്കാത്ത് നൽകുന്നത് കൃത്യമായി അളവ് കണക്കാക്കി സക്കാത്ത് നൽകാത്ത സൊസൈറ്റിയിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, കന്നുകാലികളും മിണ്ടാപ്രാണികളും ഉള്ളത് കൊണ്ടാണ് മഴ ലഭിക്കുന്നത് എന്ന്. വലൗലൽ ബഹായിമു ലം തുംതിർ. കന്നുകാലികളോടുള്ള കാരുണ്യം കൊണ്ട് അള്ളാഹു മഴ പെയ്യുമ്പോൾ നിങ്ങൾക്കതൊന്ന് ഉറ്റുതുള്ളി വെള്ളം കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ആ മഴ പെയ്യുന്നത്, അത് കന്നുകാലികൾക്ക് വേണ്ടിയിട്ടാണെന്ന് പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ചു. നാലാമത്തെ കാര്യം, വലം യൻഖുലു അഹദല്ലാഹി വഅഹദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവൻ മിൻ ഗൈരിഹിം ഫഅഖദ ബഅദഹും ഫീമാ ഐദീഹിം. അള്ളാഹുവോടും പ്രവാചകനോടും നിങ്ങൾ ചെയ്ത കരാർ നിങ്ങൾ ലംഘിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് താങ്ങാൻ സാധിക്കാത്ത ഭീകരന്മാരായ ഭരണാധികാരികളെ അധികാരികളാക്കി കൊണ്ടുവന്ന് അവരെ കൊണ്ട് അള്ളാഹു നിങ്ങളെ പീഡിപ്പിക്കും. ഇത് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ്. ഫഅഖദ ബഅദും മാ ഫീ ഐദീഹിം. നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പാദ്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് അവർ വലിച്ചെടുക്കും, അവർ ചോരണം ചെയ്യും, കട്ടെടുക്കും, വോട്ട് ചോരി നടത്തും. എന്നിട്ട് നിങ്ങൾ അധികാരം കൊണ്ട് അവരെ ശിക്ഷിക്കും, പീഡിപ്പിക്കും. എന്താ കാരണം? അള്ളാഹുവോടും പ്രവാചകനോടും നിങ്ങൾ ചെയ്ത കരാറുണ്ടല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ഉച്ചരിച്ച ഒരാൾ, അവൻ മുസ്ലിം ആയിരിക്കണം, അവൻ ഷാഹിദായിരിക്കണം, അവൻ ദാഇയായിരിക്കണം, അവൻ മുബല്ലിഗായിരിക്കണം, അവൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സാക്ഷിയായിരിക്കണം, ഇസ്ലാമിക പ്രബോധകനായിരിക്കണം, ദീനിൻ്റെ പ്രചാരകനായിരിക്കണം, സത്യത്തിൻ്റെ വക്താവായിരിക്കണം, അസത്യത്തിനെതിരെ ശബ്ദിക്കുന്നവനായിരിക്കണം. അങ്ങനെ ഞങ്ങൾ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് മേൽ ക്രൂരന്മാരായ ഭരണാധികാരികളെ കൊണ്ടുവന്ന് നിങ്ങൾ അള്ളാഹ് ശിക്ഷിക്കുമെന്ന് അള്ളാഹ് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നടപടിക്രമമാണ്. അഞ്ചാമത്തെ കാര്യം, വമാലം തഹ്കും അഇമ്മത്തുഹും ബികിതാബില്ലാഹി അസ്സ വജല്ല വയതഖയ്യറു ഫീമാ അൻസലല്ലാഹു ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും. ഇസ്ലാമിക ഭരണാധികാരികൾ, ഇസ്ലാമിക നേതൃത്വങ്ങൾ, ഉമറാക്കൾ, ഉലമാക്കൾ അവർ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് കൊണ്ട് സ്വയം ജീവിക്കുകയും ഇസ്ലാമിക സമൂഹത്തെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പ്രഭയിൽ വെളിച്ചത്തിൽ ജീവിപ്പിക്കുവാൻ വേണ്ട സംവിധാനം ഉണ്ടാക്കുകയും അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ഭരണനിർവഹണം നടത്താതിരിക്കുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുകയും അവർക്ക് അങ്ങേയറ്റത്തെ ദുരിതങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുമെന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്ന നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹിൻ്റെ പരീക്ഷണമാണ് വെള്ളം തടഞ്ഞുകൊണ്ടുള്ള പരീക്ഷണം, മഴ തടഞ്ഞുകൊണ്ടുള്ള പരീക്ഷണം. വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. എല്ലാ ജീവിതത്തിൻ്റെയും ജീവജാലങ്ങളുടെയും അടിസ്ഥാനം വെള്ളമാണ്. ആ വെള്ളം എന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹമെങ്ങാനും അള്ളാഹു തടഞ്ഞാൽ, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വെള്ളം തടഞ്ഞു വെച്ചാൽ, നിങ്ങളുടെ കിണറുകൾ വറ്റിയാൽ, ആകാശത്ത് മഴ വർഷിക്കൽ നിന്നാൽ എവിടുന്നാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടുക? ആരാ വെള്ളം കൊണ്ടുവന്ന് തരിക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. വൽജദ്ബു വൽ ഖഹ്തു ബലാഉം മിനല്ലാഹ്. മഴയില്ലാത്ത അള്ളാഹുവിൻ്റെ പരീക്ഷണം അതൊരു വല്ലാത്ത പരീക്ഷണമാണ്. ലിയഅലമ മൻ യുതിഉ വമൻ യഅസി. ആരൊക്കെയാണ് അള്ളാഹുവെ അനുസരിക്കുന്നത്, ആരൊക്കെയാണ് അള്ളാഹു ധിക്കരിക്കുന്നത് എന്ന് അള്ളാഹു പരീക്ഷിക്കാനാണ് ഈ പരീക്ഷണം നടത്തുന്നത്. വമൻ യഷ്കുറു വമൻ യക്ഫുർ. ആരൊക്കെയാണ് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നത്, ആരൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുന്നത് എന്നറിയാൻ വേണ്ടി പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ആ സന്ദർഭത്തിലാണ് സഹാബി ഒന്നുകൊണ്ട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഹലക്കത്തിൽ നംവാൽ, സമ്പത്തുകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുക, വൻകാലത്തെ സുബുൽ, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, വഴികളൊക്കെ അടഞ്ഞിരിക്കുന്നു, ഫദ്ഉല്ലാഹ യുഗീസന, ഞങ്ങൾക്ക് മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകനോട് ഈ സഹാബി ആവശ്യപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ റഫഅ യദൈഹി ഇലസ്സമാ, മിമ്പറിൽ വെച്ചുകൊണ്ട് ആകാശത്തെ കൈയുയർത്തി അല്ലാഹുമ്മ അഗീസ്നാ അല്ലാഹുമ്മ അഗീസ്നാ അല്ലാഹുമ്മ അഗീസ്നാ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ മഴ വർഷിക്കാൻ തുടങ്ങുകയും എന്നിട്ട് ആകെ 6 ദിവസത്തോളം വെള്ളമുണ്ടാവുകയും സുമ്മ ഉംതിറത് ഫലാ വല്ലാഹി മാ റഅയ്ന ശംസ സിത്ത, 6 ദിവസം പിന്നെ ഞങ്ങൾ സൂര്യനെ പോലും കണ്ടിട്ടില്ല എന്നാണ് ആ സഹാബി ഹദീസിൽ പറയുന്നത്. ആജാതി മഴ മരുഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നടത്തിയപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. പിന്നീട് വെള്ളം നിൽക്കാൻ വേണ്ടി, മഴ നിൽക്കാൻ വേണ്ടി അടുത്ത വെള്ളിയാഴ്ച പ്രവാചകൻ ഖുതുബ നടത്തുമ്പോൾ പ്രാർത്ഥിക്കാൻ പ്രവാചകനോട് ആവശ്യപ്പെട്ട പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന അല്ലാഹുമ്മ അലൽ ആക്കാമി വൽ ദിറാബി വബുതൂനിൽ ഔദിയത്തി വമനാബത്തി ഷജർ. ഇതാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, മഴ വർദ്ധിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. പഠിച്ചവനെ, ഈ മേഘങ്ങളെ നീ പർവ്വതങ്ങളുടെ ഇല്ലേക്കും മരങ്ങളുടെ മൂടുകളിലേക്കും ഒക്കെ പറഞ്ഞയച്ച് ഞങ്ങൾക്ക് ഈ മഴയിൽ നിന്നുള്ള പ്രയാസത്തിൽ നിന്ന് മാറ്റം ഉണ്ടാക്കി തരണമേ എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ഉടനെ മഴ നിൽക്കുകയും ചെയ്തു. അതുകൊണ്ട് ജീവിതത്തിൽ നന്മയുള്ളവർ, ഹൃദയവിശുദ്ധിയുള്ളവർ, സത്യസന്ധർ, സാമ്പത്തിക വിശുദ്ധി പാലിക്കുന്നവർ, അവർ പ്രാർത്ഥിച്ചാലേ അള്ളാഹു കേൾക്കുകയുള്ളൂ. അവർക്കേ അള്ളാഹു മഴ വർഷിപ്പിച്ചു കൊടുക്കൂ. വലു അൻ അഹ്ലൽ ഖുറ, ഒരു ഗ്രാമവാസികളായി തീർന്നാൽ, ആമനു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ, വത്തഖൗ, തഖ്വയുള്ളവർ, ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാ, ആകാശത്തു നിന്നുള്ള ബർക്കത്തുകൾ അള്ളാഹു അവർക്ക് വർഷിച്ചു കൊടുക്കും. വലൗ ഇസ്തഖാമു അല തരീഖതി ലസ്ഖൈനാഹും മാഅൻ ഗദഖ, ശരിയായ മാർഗത്തിൽ നിലകൊണ്ടവർക്ക് ഞാൻ നല്ല വെള്ളം കുടിപ്പിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവാനുസരണത്തിന് അള്ളാഹു നൽകുന്ന റിവാർഡാണ് നല്ല വെള്ളം നൽകുക, മഴ വർഷിപ്പിക്കുക എന്ന് പറയുന്നത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ മാറ്റുകയില്ല അവർ സ്വയം മാറാതെ. മഴ ലഭിക്കണമോ നമ്മൾ മാറണം, നമ്മുടെ മനോഗതി മാറണം, നിലപാടുകൾ മാറണം, തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ നടത്തണം, സാമ്പത്തിക വിശുദ്ധി കൈവരിക്കണം, ബന്ധങ്ങൾ നന്നാക്കണം, പിണക്കങ്ങൾ അവസാനിപ്പിക്കണം, സൗഹൃദമുണ്ടാവണം, സ്നേഹമുണ്ടാവണം, ആർദ്രതയുണ്ടാവണം, മറ്റുള്ളവരോട് സഹിഷ്ണുത കാണിക്കണം, ജനസേവന ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നമ്മൾ വ്യാപൃതരാവണം, എങ്കിലേ മഴ കിട്ടൂ. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ തടഞ്ഞു വെക്കും. എന്തുകൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹവ്വാ ബീവി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു? ദൈവിക ഉന്നത ബോഡികളിൽ പോലും അംഗത്വമുണ്ടായിരുന്ന ഇബ്ലീസ് എന്തുകൊണ്ട് പുറത്താക്കപ്പെട്ടു? ആദി സമൂദ് ഗോത്രം എന്തുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു? ഫിറോൻ എന്തുകൊണ്ട് മുക്കിക്കൊല്ലപ്പെട്ടു? ഒരു കൊതുക് കൊണ്ട് അള്ളാഹു എന്തുകൊണ്ട് നമ്രൂദിനെ കൊന്നു? ചരിത്രം പരിശോധിച്ചാൽ ഉത്തരം കിട്ടും. അൽ മുഹ്ലിക്കാത്ത് വദ്ദുനൂബ്, മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളുടെ ഫലമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷകളൊക്കെ നൽകുന്നത്. ഇതിനെന്താ പരിഹാരം? അത്തൗബ, മടങ്ങുക. താബ യതൂബു എന്ന് പറഞ്ഞാൽ മടങ്ങുന്ന. അൽ അബ്ദു മഅ റബ്ബിഹി, അടിസ്ഥാനപരമായി നമ്മൾ ഓരോരുത്തരും അള്ളാഹിൻ്റെ കൂടെയാണ്, അള്ളാഹു നമ്മുടെ കൂടെയാണ്. എന്നാൽ മനുഷ്യൻ തെറ്റ് ചെയ്താൽ അള്ളാഹു അവനുമായും അവൻ അള്ളാഹുമായി അകലും. ഈ ദൂരത്തേക്ക് നീണ്ടുപോകുമ്പോൾ അള്ളാഹു മനുഷ്യൻ നമ്മൾ അകലം കുറക്കുന്ന പരിപാടിക്കാണ് തൗബ. റിട്ടേൺ ബാക്ക്, തിരിച്ചു വരലാണ് തൗബ. അള്ളാഹുലേക്ക് തിരിച്ചു വരിക, എന്നിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തൂ, അവൻ നിങ്ങൾക്ക് പുറത്തു വരും. യുർസിലു സമാഅ അലൈക്കും മിദ്റാറ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഴ വർഷിപ്പിച്ച് തരുമാറാവട്ടെ. ക്ഷാമത്തിൽ നിന്നും പ്രയാസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഹളായ ഫളൽ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിഫയാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കബറിടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപ്പൂങ്കാവനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിക്കരട്ടി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാനുഷികമായ സംഭവിച്ച എല്ലാ വീഴ്ചകളും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും എൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹുകളുടെയും കൂടെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സുഡാനിലെ ജനതയുടെ പ്രയാസങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹാരം ഉണ്ടാക്കി കൊടുക്കുമാറാവട്ടെ. അവിടെയുള്ള അക്രമികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അമർച്ച ചെയ്യുമാറാവട്ടെ. ഗസ്സയെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുമാറാവട്ടെ. ഗസ്സയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനം ഉണ്ടാക്കുമാറാവട്ടെ. ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാവുകയും അത് കണ്ട് ആസ്വദിക്കുവാൻ ഫലസ്തീനികൾക്കും നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മസ്ജിദുൽ അഖ്സയെ അള്ളാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിക്കുമാറാവട്ടെ. അതിനെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വമുൻസിലുൽ ബറകാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا ذنوبنا ولوالدينا ولوالد والدينا رب ارحمهم كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم إنك تعلم ذنوبنا فاغفرها يا غافر المذنبين اللهم إنك تعلم أمراضنا فاشفها يا شافي الأمراض اللهم إنك تعلم حاجاتنا فاقضها يا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا حولنا شقيا ولا مطرودا اللهم أغثنا اللهم أغثنا اللهم أغثنا اللهم أغثنا غيثا مغيثا اللهم أغثنا غيثا مغيثا اللهم أغثنا غيثا مغيثا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم